ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടം പാർലമെന്റിൽ ഇന്ന് പൂർത്തിയാക്കി പാർലമെന്റ് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നും സഭ സ്തംഭിക്കുന്നത് നമ്മൾ കണ്ടു. എപ്സ്റ്റീൻ ഫയലിൽ കുടുങ്ങിയ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം ഇന്ന് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ 13 ദിവസമായി പാർലമെന്റിൽ എന്താണ് നടന്നത് എന്നുള്ളത് നമ്മളൊന്ന് വളരെ ചുരുക്കത്തിൽ നോക്കുകയാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ വിറപ്പിച്ച് കടന്നുപോയ 13 ദിനങ്ങളാണ്. നമ്മൾ ആദ്യം പരിശോധിക്കുകയാണ് കഴിഞ്ഞ 13 ദിനങ്ങൾ എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഈ ബഡ്ജറ്റ് സമ്മേളനത്തിനാണ് ഇക്കുറി പാർലമെന്റിൽ തുറന്നപ്പോൾ തന്നെ ബഡ്ജറ്റ് സമ്മേളനമായിരുന്നു. മൂന്നാം മോദി സർക്കാരിൻ്റെ ബഡ്ജറ്റ് സമ്മേളനമായിരുന്നു. നിർമ്മല സീതാരാമനാണ് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നമുക്കറിയാം കേരളം വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷേ കേരളത്തെ അവഗണിച്ചു എന്ന് പരക്കെ നമ്മൾ പറഞ്ഞ ഒരു ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ആ മൂന്നാം ബഡ്ജറ്റിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തിന് ഇത്തവണയും അതിവേഗ റെയിൽപാത ഉണ്ടായിരുന്നില്ല, എയിംസ് ഉണ്ടായിരുന്നില്ല, കേരളം പ്രതീക്ഷിച്ച പദ്ധതികളൊന്നും തന്നെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല. കടലോളം നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ നമുക്ക് കിട്ടിയത് കടൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി കേരളത്തിലും കർണാടകത്തിലും കടലാമകൾക്കായി പ്രത്യേക പരിചരണ കേന്ദ്രങ്ങൾ വന്നു എന്നത് മാത്രമായിരുന്നു എന്നുള്ളത് നമ്മൾ ആ വിഷയത്തിൽ ഓർക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ എം നരവനെയുടെ പുസ്തകം വലിയ തോതിൽ ചർച്ചയാവുകയും രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് ഭരണപക്ഷത്തെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയുടെ സാഹചര്യത്തിലായിരുന്നു നരവനെയുടെ പുസ്തകമെടുത്ത് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ പറഞ്ഞത്. എം നരവനെയുടെ ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹം വായിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ 28ാമത്തെ കരസേന മേധാവിയായിരുന്നല്ലോ മനോജ് മുകുന്ദ് നരവനെ. അദ്ദേഹം വിരമിച്ചതിന് ശേഷം തൻ്റെ സർവീസ് സ്റ്റോറി എഴുതുകയും 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ള പുസ്തകം, ആ പുസ്തകത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം, ആ സംഘർഷത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ വായിക്കുന്നതാണ് വലിയ തോതിൽ തടയുകയും രാഹുൽ ഗാന്ധിയെ ഭരണപക്ഷത്തെ മന്ത്രിമാരുൾപ്പെടെ നിരന്തരം തടയുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയും ചെയ്തു. നരവനെയുടെ പുസ്തകം എന്തൊക്കെയായിരുന്നു അത് എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് പോകാം. പാർലമെന്റിൽ നടന്നത് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്പീക്കർ റൂളിംഗ് നൽകി, അതായത് ഈ വിഷയം പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകമാണ്, അത് സഭയിൽ പറയേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ റൂളിംഗ് നൽകി. രാഹുൽ ഗാന്ധിയോട് ആ വിഷയം സംസാരിക്കരുത് എന്ന് സ്പീക്കർ കൃത്യമായി പറഞ്ഞു. പക്ഷെ അതെല്ലാം മറികടന്ന് പലകുറി രാഹുൽ സംസാരിക്കാൻ പോകുന്നതും നമ്മൾ കണ്ടു. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് കൂടി വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. രാഹുലിനെ തടസ്സപ്പെടുത്തി ഭരണപക്ഷം. നമുക്കറിയാം രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ അമിത്ഷായും രാജ്നാഥ് സിംഗും കിരൺ റിജിജുവും ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ പലകുറി ഇടപെടുകയും രാഹുലിനെ തടസ്സപ്പെടുത്തുകയും ഈ വിഷയം പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകമാണ്, ഇതിവിടെ പറയാൻ പാടില്ല എന്ന് പറയുകയും, പക്ഷേ രാഹുൽ നിരന്തരം ആ വിഷയം ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോക്സഭയിൽ സംസാരിക്കാനാകാതെ പ്രധാനമന്ത്രി, ഒരു പക്ഷേ 2004 ശേഷം ആദ്യമായാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ മേലുള്ള നന്ദി പ്രമേയത്തിൽ മറുപടി ഇല്ലാതെ ആ നന്ദി പ്രമേയം പാസാക്കി ലോക്സഭ പിരിഞ്ഞത് എന്നുകൂടി നമ്മൾ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ നമ്മൾ കണ്ടു. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് രാഹുലിനെ സംസാരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രതിപക്ഷം ഒന്നാകെ നിലപാടെടുത്തപ്പോൾ ലോക്സഭയിൽ നരേന്ദ്രമോദിക്ക് സംസാരിക്കാൻ പറ്റാതെ പോയ ബഡ്ജറ്റിൻ്റെ സമ്മേളന കാലയളവ് കൂടിയാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് മറ്റുള്ള കാര്യങ്ങൾ എന്നുകൂടി. സ്പീക്കർക്കെതിരെ അവിശ്വാസ നോട്ടീസ് കൊണ്ടുവന്ന ഒരു സമ്മേളന കാലയളവാണിത്. സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് പ്രമേയത്തിന് നോട്ടീസ് നൽകി. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിച്ചു എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിന്നു. അത് നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞു. 120 പ്രതിപക്ഷ MLA-മാർ ആ പ്രമേയത്തിൽ ഒപ്പിട്ടു. എന്നാൽ ഓം ബിർല തനിക്ക് നേരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് വന്ന സാഹചര്യത്തിൽ സഭയിലേക്ക് അത് തീരുമാനമാകുന്നത് വരെ ഇല്ല എന്നുള്ളത് ഒരു കാര്യം വന്നു. ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള MP-മാർ സസ്പെൻഷനിലായതും ഈ സമ്മേളന കാലയളവിൽ സഭയ്ക്ക് പുറത്തായതും നമ്മൾ കണ്ടു. നരവനെയുടെ പുസ്തകം, ഒപ്പം തന്നെ India-US ഡീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് അവിടെ കടലാസുകൾ കീറിയെറിഞ്ഞ് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ 8 MP-മാർ, അമരീന്ദർ സിംഗ് രാജാ വാറിംഗ്, മാണിക്യൻ ഠാക്കൂർ, ഗുർജിത് സിംഗ് ഔജ്ല, കിരൺ കുമാർ റെഡ്ഡി, പ്രശാന്ത് പടോല, S വെങ്കടേശൻ, അങ്ങനെ
8 പേരാണ് അന്ന് സസ്പെൻഷനിലായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങി എന്ന് രാഹുൽ ഗാന്ധി സഭയിൽ നിശ്ചിതമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച ഒരു കാര്യമാണ്. ഇരു സഭകളിലും പ്രതിപക്ഷത്തിന്റെ ബഹളവും പ്രതിപക്ഷം നമ്മൾ കണ്ടു. അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതായിരുന്നു: മോദി ഇന്ത്യയെ ട്രംപിന് വിറ്റു എന്നായിരുന്നു. പ്രധാനമന്ത്രി രാജ്യത്തെ വിറ്റെന്നും നരേന്ദ്രമോദിക്ക് ഭയമാണ് എന്നുള്ള കാര്യവുമൊക്കെ വരികയും ചെയ്തു. പീയൂഷ് ഗോയലിനെതിരെ അവകാശ ലംഘന നോട്ടീസ് വന്നതും ഈ പാർലമെന്റിന്റെ സമ്മേളന കാലത്താണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അതായത് ഇന്ത്യ US കരാറിന്റെ കാര്യം സഭ നടക്കുമ്പോൾ സഭയ്ക്ക് പുറത്ത് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, സഭയ്ക്കകത്ത് പറഞ്ഞില്ല എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വലിയ വിമർശനങ്ങൾ അതിൻ്റെ പേരിൽ അദ്ദേഹം ഏൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ സഭ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ സഭ പിരിഞ്ഞപ്പോൾ മറ്റൊരു ആരോപണം കൂടി വന്നു. നമുക്കറിയാം, ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധം, അദ്ദേഹവുമായുള്ള ആശയവിനിമയത്തിന്റെ ബന്ധത്തിന്റെ പേരിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി കണ്ടു. അപ്പോൾ സമാനതകളില്ലാത്ത പ്രതിഷേധത്തിന്റെ 13 ദിനങ്ങളാണ് ഈ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ പോയത്. കഴിഞ്ഞു പോയ ദിനങ്ങൾ എങ്ങനെയായിരുന്നു? രാഹുൽ കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചോ എന്നുള്ളത് കൂടി നമുക്കറിയേണ്ടതുണ്ട്. ദീദാർ സുമോദ് വിവരങ്ങൾ പറയും. മഹേഷ്, നമ്മുടെ ഈ പാർലമെന്റ് റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ പല സംഭവങ്ങൾ പാർലമെന്റിൽ കണ്ടിട്ടുണ്ട്. അതായത് ഈ ഇറങ്ങിപ്പോക്ക് പാർലമെന്റിൽ പ്രതിപക്ഷം നടത്തുന്നു, സഭ സ്തംഭിപ്പിക്കുന്നു, ചില മണിക്കൂറുകൾ നീണ്ട സഭാ സ്തംഭനം ഉണ്ടാകുന്നു, ദിവസങ്ങൾ നീണ്ട സഭാ സ്തംഭനം ഉണ്ടാകുന്നു. ഇതെല്ലാം ഏതെങ്കിലും വിഷയത്തിലായിരുന്നു. ഉദാഹരണത്തിന് നേരത്തെയുള്ള സഭകളിൽ അദാനി ഹിൻഡൻബർഗ് വിഷയത്തിൽ സഭ ദിവസങ്ങളോളം സ്തംഭിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ മറ്റു ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടാകുമ്പോൾ അതിനോട് യോജിക്കാൻ പറ്റാതെ സ്തംഭനം ഉണ്ടായിട്ടുണ്ട്. മണിപ്പൂർ വിഷയത്തിൽ സഭാസ്തംഭനം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഏതെങ്കിലും വിഷയം കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ബജറ്റ് സെഷൻ എടുത്ത് കാണുമ്പോൾ കാണുന്ന ഒരു പ്രത്യേക കാഴ്ച, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിൽ തന്നെ സഭ രണ്ടായി പിളരുന്നത് ഒരു സമീപകാല ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു കാഴ്ചയാണ്. കാര്യം ഒന്നല്ല, 2 തവണയാണ് രാഹുൽ ഗാന്ധി വളരെ ശക്തിയോടെ അദ്ദേഹം വിമർശിക്കുകയും ഇതേ തുടർന്ന് ഭരണപക്ഷ അംഗങ്ങൾ തന്നെ വലിയ തരത്തിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുകയും പിന്നീട് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം പോലും ഇല്ലാത്ത തരത്തിലേക്ക് പോകുന്നു. ഈ ലോക്സഭയുടെയും മറ്റ് രാജ്യസഭയുടെയും ചരിത്രം പരിശോധിച്ചാൽ സാധാരണ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ കേന്ദ്രമന്ത്രിയുടെ അതേ രീതിയിൽ തന്നെ സ്പീക്കർ പരിഗണിക്കേണ്ട ഒരാളാണ്. പ്രതിപക്ഷ നേതാവ് അവിടെ ഒന്ന് എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് ആ സഭ നിശബ്ദമായി കേൾക്കുന്ന ഒരു കീഴ്വഴക്കമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ഔദ്യോഗികമായി പ്രതിപക്ഷ പദവി ഇല്ലായിരുന്നെങ്കിൽ പോലും എ കെ ഗോപാലൻ എന്ന പഴയ CPM നേതാവ് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം സംസാരിക്കുമ്പോഴെല്ലാം വന്ന് ഇരിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമ്മൾക്കെല്ലാം വായിച്ച് പരിചയമുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? രാഹുൽ ഗാന്ധി വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു.